ഇന്ന് രാവിലെ വാർത്താ തലക്കെട്ടുകളായതിലൊരെണ്ണം വീണ്ടും ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചുവെന്നാണ്. ശരിയാണ്, 29 രൂപ ഒരു സിലിണ്ടറിന് കൂട്ടി. അടുത്തടുത്ത ഇത് 3-ാം തവണയാണ് ഗാർഹിക LPG സിലിണ്ടറിന് വില കൂട്ടുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന ലഭ്യത കുറവാണ് ഈ സവിശേഷ സാഹചര്യം സൃഷ്ടിച്ചത്. പക്ഷേ അതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ തുടങ്ങിയാൽ എത്രമാത്രം യുക്തിയുണ്ടെന്നത് മറ്റൊരു വശമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികം. വില കൂടുകയല്ലേ എന്നൊക്കെ പറയാം. സത്യത്തിൽ ലോകത്ത് ഏറ്റവും വിലക്കുറവിൽ പാചകവാതകം ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, നമുക്കാണ് എന്നതാണ് പച്ചപ്പരമാർത്ഥം. നമ്മുടെ അയൽ രാജ്യങ്ങളെയും വികസിത രാജ്യങ്ങളിലെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞ വിലയിലാണ് പാചകവാതകം ലഭിക്കുന്നത്. 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടർ ഒരെണ്ണം നമ്മുടെ വീടുകളിലേക്ക് എത്താൻ എണ്ണ കമ്പനികൾക്ക് വരുന്ന ചിലവ് 1600 രൂപയാണെന്നാണ് കേന്ദ്ര പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഈ തുക നമ്മൾ ആരും കൊടുക്കുന്നില്ല. ഇതിനേക്കാൾ 700 രൂപയോളം കുറവാണ് ഒരു ഉപഭോക്താവ് സിലിണ്ടറിന് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ വാർത്താക്കുറിപ്പിൽ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ഒരു സിലിണ്ടറിന്റെ വില 642 രൂപയാണ്. 300 രൂപയുടെ സബ്സിഡി ഓരോ വർഷവും ഈ പദ്ധതി പ്രകാരം ആദ്യത്തെ 4 സിലിണ്ടറുകൾക്ക് ലഭിക്കും. അതായത് ഒരു വർഷം 1200 രൂപയുടെ ഇളവ്. ഡൽഹിയിൽ ഈ പദ്ധതി ഒന്നുമില്ലാതെ സാധാരണക്കാരനായ ഒരു ഉപഭോക്താവ് നൽകേണ്ടത് 942 രൂപയാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റു നിരക്കുകളെല്ലാം ചേർത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. 951 രൂപയാണ് ഇന്ന് തിരുവനന്തപുരത്തെ ഗാർഹിക LPG സിലിണ്ടറിന്റെ വില. 9 രൂപയുടെ വ്യത്യാസം ഇതൊരു വലിയ വ്യത്യാസമല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ ഒരു സിലിണ്ടർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ ചെലവാക്കുന്ന തുകയുടെ അത്രയും ഒരു സിലിണ്ടർ വാങ്ങാൻ ജനങ്ങൾക്ക് സാമ്പത്തിക ഭാരമില്ല. രാജ്യാന്തര വിപണിയിൽ എണ്ണവില എത്ര കൂടിയാലും അത് ജനങ്ങൾക്ക് ചുമടാകരുതെന്ന് കേന്ദ്ര സർക്കാരിനുള്ള നിർബന്ധമാണ് ഇതിന് കാരണം. ഇനി എന്തുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങൾക്ക് ഭീമമായ ഭാരം വരാതെ ഇങ്ങനെ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായ സാഹചര്യം എന്താണെന്ന് കൂടി നോക്കാം. ഇന്ത്യക്ക് ആവശ്യമായ LPGയുടെ 60% ഇറക്കുമതി ചെയ്യുന്നത് സൗദി കരാർ വില നിലവാരം അനുസരിച്ചാണ്. അത് നിശ്ചയിക്കുന്നത് സൗദി അരാംകോയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തോടെ സൗദി അരാംകോ കടുത്ത പ്രതിസന്ധിയെയും ആക്രമത്തെയും നേരിട്ടു. ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിൽ അടച്ചതോടെ ഫെബ്രുവരിയിൽ ടണ്ണിന് $543 ആയിരുന്ന LPG കോൺട്രാക്ട് പ്രൈസ് ഏപ്രിൽ എത്തിയപ്പോൾ $775 എത്തി. ജൂൺ ആയപ്പോൾ അത് $790 കുതിച്ചു കയറിയത്. അതായത് ഫെബ്രുവരിക്ക് ശേഷം ആഗോള LPG വിലയിലുണ്ടായത് 46% വർധന. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പഴയ വിലയ്ക്ക് തന്നെ കേന്ദ്ര സർക്കാരിന് LPG സിലിണ്ടർ നൽകാനാകുമോ? നൽകാനാകില്ല. അതാണ് ഇപ്പോഴത്തെ ഈ നേരിയ വില വർധനവിലേക്ക് നയിച്ച യാഥാർത്ഥ്യം. അമേരിക്കയും കാനഡയും അൾജീരിയയും ഓസ്ട്രേലിയയും എല്ലാം ഹോർമുസ് അടച്ചതിന്റെ പേരിൽ വൻതോതിലാണ് LPG വില കൂട്ടിയത്. മാത്രമല്ല ആ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ പോലെ സുലഭമായി പാചകവാതകം നൽകുന്നതും നിർത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും മുൻഗണന നൽകിയാണ് അവിടങ്ങളിൽ LPG വിതരണം. പകരമായി പൈപ്പ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കണമെന്നാണ് അവിടത്തെ ജനങ്ങൾക്ക് അതതു സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് വില കൂടി എന്ന് പറയുന്നതിനേക്കാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് കരുതുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.